ഹലോ ഗൈസ്, നമ്മളാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. അവിടെ 2 ഷെൽഫുണ്ട്. നമുക്ക് ഈ ഷെൽഫിൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വയ്ക്കണം. ഇവിടെ ഒരു ലാപ്ടോപ്പ് കൊണ്ട് നമുക്ക് ഇവിടെ മാർക്കറ്റ് മാനേജ്മെൻറ്റ് ബാങ്ക് എന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ കയറാം. ഇവിടെ നമുക്ക് ബ്രെഡ് ഉണ്ട്. അപ്പോൾ ബ്രെഡ് ആഡ് ടു കാർട്ടിൽ ഇട്ടിട്ടുണ്ട്. ഫ്ലോറും ഇട്ടിട്ടുണ്ട്. ഇനി ഓയിലുണ്ട്, ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇനി പാസ്തയാണ്, അതും ഇടാം. എന്നിട്ട് ഒരുമിച്ചെല്ലാം കൂടെ ഓർഡർ ചെയ്യാം. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ വന്നത് നമുക്ക് പോയി നോക്കാം. സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് പോയി അതൊക്കെ അങ്ങോട്ട് വയ്ക്കാം ഷെൽഫിൽ. അങ്ങനെ ഏറ്റവും മുകളിലത്തേൽ ആദ്യം വയ്ക്കാം. അങ്ങനെ അതവിടെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി ആ ഡസ്റ്റ്ബിന്നിലിടാം. ഇനി ഓയിലെടുക്കാം. ഓയിൽ അതിൻ്റെ താഴെ വയ്ക്കാം. ഇതിനൊക്കെ വിലയും നമ്മൾ തന്നെ കൊടുക്കണം. മാർക്കറ്റ് പ്രൈസിനനുസരിച്ച് കൊടുക്കണം. ഇനി അടുത്തതും കൂടെ നമുക്ക് കൊണ്ടുപോയി അവിടെ വയ്ക്കാം, അതിൻ്റെ താഴെയായിട്ട്. ബാക്കി ഷെൽഫും ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ അതും കൊണ്ട് വച്ചിട്ടുണ്ട്. ഇനി ബ്രെഡും കൂടെ ഉള്ളു. അത് ഏറ്റവും താഴെ കൊണ്ട് വയ്ക്കാം. അങ്ങനെ അതും വച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഈ ഡസ്റ്റ്ബിന്നിലിടാം, അതിൻ്റെ പെട്ടി. അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വില കൊടുക്കാം. ഇവിടെ താഴെയായിട്ട് മാർക്കറ്റ് പ്രൈസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില 3.12 നമ്മളങ്ങനെ 3.12 കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് 2.13 ഏറ്റവും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ്. ഇതിൻ്റെ വില 4.50. അങ്ങനെ 3 നമുക്ക് പ്രോഫിറ്റാണ്. ഇതിൻ്റെ വില 3.71. ബ്രെഡിൻ്റെ വില 3.96. ഇനി നമുക്ക് കട ഓപ്പൺ ചെയ്തിട്ട് അവിടെ പോയി ഇരിക്കാം. ഇവിടെ ആദ്യത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട്. അയാൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മളങ്ങനെ അവിടെ പൈസ വാങ്ങുകയാണ്. ഇതിന് ബാക്കി കൊടുക്കണം. ബാക്കി എത്ര? 0.50. അപ്പോൾ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. അവിടുന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ബാക്കി 2 സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇയാൾ കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാർഡ് വാങ്ങി 6.83 രൂപയാണ് ആയത്. അടിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തയാൾ 2 സാധനങ്ങൾ, ഓയിലും വേറൊരു സാധനം കൂടെ. നമുക്ക് ആദ്യം കാർഡാണ് 8.21 രൂപയാണ്. അത് നമ്മൾ അടിച്ചിട്ടുണ്ട്. അടുത്ത ആൾ ഓയിൽ മാത്രമാണ്. അതും കാർഡാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ വില 4.50.
അറിയാതെ 4.5 മാത്രമേ അടിച്ചോളൂ. ആ 0 അടിച്ചില്ല. അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഈ വില 7.67 രൂപയായി. കസ്റ്റമറൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. എല്ലാവരും കാർഡാണ് തരുന്നത്. ഒരാൾ മാത്രമാണ് പൈസ തന്നത്. കാർഡ് തരികയാണെങ്കിൽ എളുപ്പമുണ്ട്. വേറൊരാളും കൂടെ വരുന്നുണ്ട്. ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. കാർഡാണ് തന്നിരിക്കുന്നത്. 3.96 രൂപയാണ് ഈ ബ്രെഡിൻ്റെ വില. വേറൊരാളും സാധനം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ബാക്കി കൊടുക്കാം. അങ്ങനെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആൾ വന്നു. ഓയിലാണ് വാങ്ങിയിരിക്കുന്നത്. അത് കാർഡാണ്. ഓയിലിൻ്റെ വില 4.50 അതും അടിച്ചു കൊടുത്തിട്ടുണ്ട്. വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. രണ്ട് സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. പൈസയാണ് തന്നിരിക്കുന്നത്. 3.17 രൂപ ബാക്കി കൊടുക്കണം. അങ്ങനെ ബാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത ആൾ വന്നിരിക്കുകയാണ്. ഇയാൾക്ക് ബാക്കിയൊന്നും കൊടുക്കണ്ട. അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഇയാൾ ഒരു സാധനം മാത്രമാണ് വാങ്ങിയിരിക്കുന്നത്. പൈസയാണ് വരുന്നത്. നമുക്ക് ബാക്കി കൊടുക്കാം. അങ്ങനെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആൾ വന്നിട്ടുണ്ട്. പൈസയാണ് തന്നിരിക്കുന്നത്. ഇനി ബാക്കി കൊടുക്കുക. കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. കൂടിപ്പോയി. ഇതെങ്ങനെ തിരിച്ചെടുത്ത് വയ്ക്കുന്നത്? തിരിച്ചെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് തിരിച്ചെടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ ബാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത ആൾ വന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. കാർഡാണ് വന്നത്. 3.21 രൂപയാണ്. അടുത്ത ആൾ ഓയിൽ മാത്രമാണ് വാങ്ങിയിരിക്കുന്നത്. 4.50 രൂപയാണ്. അടുത്ത ആൾ വന്ന് ഓയിലാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരമായി. നമുക്ക് ലൈറ്റ് ഇടണം. അയാളെ അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പോയി ലൈറ്റ് ഇടാം. അവിടെ സ്വിച്ച് ഉണ്ട്. അങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. ബ്രെഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. കാറിൻ്റാണ്. 8.46 രൂപയായി. അടുത്ത ആൾ 2 ബ്രെഡാണ് വാങ്ങിയിരിക്കുന്നത്. കാർഡാണ്. 7.92 രൂപയായി. അടുത്ത ആൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർഡിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. 6.24 രൂപയാണ്. ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻ്റ് ഇടുക.
അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. മുകളിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് പെർഫോം ചെക്കൗട്ട് 25 പേരാവണം. ഇയാൾ 3 സാധനം വാങ്ങിയിട്ടുണ്ട്. 10.20 അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. ആളുകൾ വരുന്നതോറും ആ ഒബ്ജക്റ്റീവിൻ്റെ അവിടെ കൂടും. പൈസയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി കൊടുക്കാം. അങ്ങനെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആൾ 4 സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. 16.92. അടുത്ത ആൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇയാളുടേത് പൈസയാണ്, ബാക്കി കൊടുക്കണം. 37.4. അത് ബാക്കി കൊടുത്തിട്ടുണ്ട്. വേറെ ആൾ വന്നിട്ടുണ്ട്. 2 ബ്രെഡാണ് വാങ്ങിയിരിക്കുന്നത്. കാർഡാണ്. സാധനങ്ങൾ അത്രയും തീർന്നാണ് കാണുന്നത്. നമുക്ക് ഇനി ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അഡിറ്റ് കാർട്ടിൽ ഇട്ടിട്ടുണ്ട്. 81.92 നമുക്ക് ഓർഡർ ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. 9 മണിക്ക് ശേഷം പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. നമുക്കെല്ലാം കളയാം. അടുത്ത വീഡിയോയിലെല്ലാം ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ 24 കസ്റ്റമറാണ് വന്നിട്ടുള്ളത്. 25ാമത്തെ വന്നാലും സാധനം തീർന്ന്. നമുക്ക് കട ക്ലോസ് ചെയ്യാം. ഇവിടെ സൂപ്പർ മാർക്കറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് മാറ്റമൊക്കെ എന്തോ. ഇവിടെ ക്ലോസ് ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് വേറൊരു ബട്ടൺ കാണുന്നുണ്ട്. അതിൽ കൊടുക്കണം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടെ ഞെക്കുക. പിന്നെ അടുത്ത പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ക്ലോസ് ആക്കിയിട്ടുണ്ട്. 24 പേര് സ്റ്റാറ്റിഫൈഡാണ്. നമുക്ക് പ്രോഫിറ്റ് 108.4. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.